ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CSI മഹാ ഇടവക 10ാം വാർഷികം കനിവിന്റെ വർഷമായി ആഘോഷിക്കുമെന്ന് ബിഷപ്പ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ. ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ പ്രതിഷേധം. സപ്ലൈകോ ജില്ലാതല റംസാൻ ഫെയർ ബേപ്പൂർ നടുവട്ടം ക്രൗൺ ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു. കരുതാൻ നാടിനെ കൈകോർക്കം ലഹരിക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി BM സ്കൂൾ ജാഗ്രതാ ക്ലബ്ബ്. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. CSI മഹാ ഇടവക 10ാം വാർഷികം കനിവിന്റെ വർഷമായി ആഘോഷിക്കുമെന്ന് ബിഷപ്പ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ. കോഴിക്കോട് പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ 10ാം വാർഷിക പതാക ബിഷപ്പ് പ്രകാശനം ചെയ്തു. 10ാം വാർഷിക പരിപാടികളിലെ ആദ്യ പദ്ധതിയായി മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരിൽ മറ്റ് സഹായങ്ങൾ ലഭിക്കാത്തവർക്കു വേണ്ടി ആർദ്രം പദ്ധതിയുടെ ഭാഗമായി മേപ്പാടി തൃക്കൈപ്പറ്റയിൽ 1 ഏക്കർ 10 സെന്റ് സ്ഥലത്ത് 16 വീടുകളും ഒരു കമ്മ്യൂണിറ്റി ഹാളും നിർമ്മിക്കുമെന്നും ബിഷപ്പ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ പറഞ്ഞു. സമൂഹത്തില് സഭ ഒരു പോസിറ്റീവ് ശക്തിയായിട്ട് പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കുകയും ഭവനരഹിതർക്കായുള്ള സങ്കേതം ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 10 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി വരികയാണ്. മഹാ ഇടവകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നവീകരണം നടത്തും. ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. അതിന്റെ ഭാഗമായി യൂത്ത് എഗെയിൻസ്റ്റ് അഡിക്ഷൻ ആൻഡ് അബ്യൂസ് പദ്ധതി നടപ്പിലാക്കും. സ്ത്രീ ശാക്തീകരണത്തിനായി പെൺമ ഗേൾ ചൈൽഡ് ക്യാമ്പയിൻ തുടങ്ങിയവയും ആരംഭിച്ചു. സുവിശേഷ യോഗങ്ങൾ ഏപ്രിൽ 6, 7, 8 തീയതികളിൽ കോഴിക്കോട് CSI കത്തീഡ്രലിൽ നടക്കും. 10ാം വാർഷിക സ്തോത്ര ആരാധന ഏപ്രിൽ 9 രാവിലെ 10 മണിക്ക് കോഴിക്കോട് CSI കത്തീഡ്രലിൽ നടക്കും. ഓഗസ്റ്റ് 15 നാഷണൽ കൊയർ ഫെസ്റ്റിവൽ നടക്കും. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ വെച്ച് ദേശീയ സെമിനാർ, വടക്കൻ കേരളത്തിലെ സഭാചരിത്രത്തെ ആസ്പദമാക്കി ഡോക്യുമെന്ററി നിർമ്മാണം തുടങ്ങിയവയും 10ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുമെന്നും ബിഷപ്പ് വിശദീകരിച്ചു. വാർത്താ സമ്മേളനത്തിൽ മഹാ ഇടവക ട്രഷറർ റവറൻ CK ഷൈൻ, റവറൻ ഡോക്ടർ TA ജെയിംസ്, ക്ലർജി സെക്രട്ടറി റവറൻ ജേക്കബ് ഡാനിയേൽ, ലേ സെക്രട്ടറി കെന്നത്ത് ലാസർ, ജോയ് പ്രസാദ് പുളിക്കൽ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ ധർണ. ബേപ്പൂർ കോർപ്പറേഷൻ മേഖലാ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ KPCC അംഗം ഹബീബ് തമ്പി ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അംഗൻവാടി ജീവനക്കാരുടെ വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് വേണ്ടിയും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബേപ്പൂർ നടുവട്ടം അരക്കിണർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ബേപ്പൂർ കോർപ്പറേഷൻ മേഖലാ ഓഫീസിനു മുമ്പിൽ ധർണ നടത്തി. KPCC മെമ്പർ ഹബീബ് തമ്പി ഉദ്ഘാടനം നിർവഹിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗമാണ് ആശാ വർക്കർമാർ. 90% ആളുകൾക്ക് നമുക്ക് കടബാധ്യതയിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ്, കുടുംബങ്ങളാണ് അവിടെ വന്നിട്ടുള്ളത്. ഏകദേശം 90% ആളുകൾ കടബാധ്യത മാത്രമല്ല, പല ആളുകൾക്ക് മുന്നിൽ ജപ്തി ഭീഷണി നേരിടുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് 232 രൂപയാണ് ആശാ വർക്കർമാർക്ക് ദിവസം പ്രതിഫലമായി ലഭിക്കുന്നത്. 232 രൂപ പ്രതിഫലം ലഭിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം, നമ്മൾക്ക് ഈ പ്രദേശത്ത് സംസ്ഥാനത്ത് ജീവിക്കുന്ന ആളുകളാണ്. കപ്പൊക്കെ പോലും 1/2 കിലോ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന പൈസ എത്രയാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് 232 രൂപ എന്ന് പറയുന്നത്. തന്റെ ഭർത്താവിനെ പോറ്റുവാൻ, നമ്മൾ കുട്ടികളെ വളർത്തുവാൻ
3 നേരത്തെ ആഹാരത്തിന് പോലും തികയാത്ത സാഹചര്യമാണ് ആശാവർക്കർമാർക്കുള്ളത് എന്നുള്ളത് ദുഃഖകരമായ സാഹചര്യമാണ് ഈ സംസ്ഥാനത്ത് ആശാവർക്കർമാർ നേരിടുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. ബേപ്പൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം ഷെറി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ എൻ ബ്രിജേഷ് സ്വാഗതം പറഞ്ഞു. DCC മെമ്പർ രമേശ് നമ്പിയത്ത്, DCC എക്സിക്യൂട്ടീവ് മെമ്പർ TK അബ്ദുൾ ഗഫൂർ, ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജീവൻ തിരുവച്ചിറ, VP ബഷീർ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മലയിൽ ഗീത, റഫീഖ് അഹമ്മദ്, KK സുരേഷ്, AM അനിൽകുമാർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് M രജനി, KC ബാബു, T രാജലക്ഷ്മി, മുരളി ബേപ്പൂർ, സ്വരൂപ് ശിവപുരി, അരക്കിണർ കോൺഗ്രസ് പ്രസിഡന്റ് T ഹാരിസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. സപ്ലൈകോ ജില്ലാതല റംസാൻ ഫെയർ ബേപ്പൂർ നടുവട്ടം ക്രൗൺ ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് സപ്ലൈകോ മേഖലാ മാനേജർ ഷെൽജി ജോർജ് അധ്യക്ഷത വഹിച്ചു. മാർച്ച് 30 വരെ തുടരുന്ന ഫെയറിൽ 13 സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ 40-ലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കുറവും ലഭ്യമാകും. സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും മാർച്ച് 30 വരെ വിലക്കുറവ് നൽകും. സപ്ലൈകോ ജില്ലാതല റംസാൻ ഫെയർ ബേപ്പൂർ നടുവട്ടം ക്രൗൺ ഓഡിറ്റോറിയത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 25 മുതൽ 31 തീയതി വരെയാണ് റംസാൻ ഫെയർ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനുശേഷം ഏപ്രിൽ മാസം 10 മുതൽ 19 വരെ വിഷു, ഈസ്റ്റർ ഫെയർ കൂടി സംഘടിപ്പിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഉത്സവകാലത്ത് നിത്യോപയോഗ സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇത്തരം ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. സബ്സിഡി, നോൺ സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ വിവിധ ബ്രാൻഡുകളിലെ ബിരിയാണി, റൈസ്, മസാല ഇനങ്ങൾ, സവാള, പായസക്കൂട്ടങ്ങൾ തുടങ്ങിയവ പ്രത്യേക വിലക്കിഴിവിൽ ഇത്തരം ഫെയറുകളിലൂടെ ലഭിക്കും. 13 ഇനം സബ്സിഡി സാധനങ്ങൾക്ക് 25 മുതൽ 35% വരെ വിലക്കുറവാണ് നൽകുന്നത്. നോൺ സബ്സിഡി സാധനങ്ങൾ 10 മുതൽ 40% വരെ വിലക്കുറവിലും നൽകുന്നുണ്ട്. ഈ നിലയിൽ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളെ സംതൃപ്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് LDF സർക്കാർ ശ്രമിക്കുന്നത്. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ വിപണി നിയന്ത്രണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സപ്ലൈകോ വിപണി നിയന്ത്രണത്തിന്റെ കാര്യത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. കോഴിക്കോട് സപ്ലൈകോ മേഖലാ മാനേജർ ഷെൽജി ജോർജ് അധ്യക്ഷനായിരുന്നു. കോർപ്പറേഷൻ ടൗൺ പ്ലാനിംഗ് ചെയർപേഴ്സൺ K കൃഷ്ണകുമാരി, ഡിപ്പോ മാനേജർ SK സജിത, പീതാംബരൻ, ജില്ലാ ഡിപ്പോ ജൂനിയർ മാനേജർ ജയൻ N പണിക്കർ, P മുഹമ്മദ് കോയ, പ്രകാശ് കറുത്തെടത്ത്, KC ഇസ്മായിൽ, ഷംസുദ്ദീൻ, ഷൈമ പൊന്നത്ത് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ലഹരിക്കെതിരെ പുതിയറ BM UP സ്കൂളിലെ ജാഗ്രതാ ക്ലബ്ബ് കരുതാം നാടിനെ കൈകോർക്കാം ലഹരിക്കെതിരെ എന്ന പേരിൽ ലഹരി വിരുദ്ധ കുട്ടിച്ചങ്ങലയും ഫ്ലാഷ് മോബുമാണ് നടത്തിയത്. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. കരുതാം നാടിനെ കൈകോർക്കാം ലഹരിക്കെതിരെ എന്ന പേരിൽ പുതിയറ BM UP സ്കൂൾ ജാഗ്രതാ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ കുട്ടിച്ചങ്ങലയും ഫ്ലാഷ് മോബും നടത്തി. പ്രധാനാധ്യാപിക ലൈസമ്മ വർഗീസ് കെയുടെ അധ്യക്ഷതയിൽ സംഗമത്തിൽ ജാഗ്രതാ ക്ലബ് കോർഡിനേറ്റർ സൂസൻ ആഗ്നസ്, സ്മിത ലക്ഷ്മി, ഷജീർ ഖാൻ വയ്യാനം, ബീന ജോസഫ്, അനിത റോസ്, ആൻസി ചീരൻ, ആശ ചാൾസ്, റീജ ജാനറ്റ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. 7ാം ക്ലാസ്സിലെ ദിയ സനോജും കൂട്ടുകാരും ബോധവൽക്കരണ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. വരും കണക്ക് കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരും കണക്ക് കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് രണ്ടാം ഗേറ്റിന് സമീപം വിരട്ടാങ്കണ്ടി ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം മാർച്ച് 25 മുതൽ 31 വരെ നടക്കും. ക്ഷേത്രത്തിലെ പാരമ്പര്യ ചടങ്ങുകളോടൊപ്പം വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഉത്സവ വിശദാംശങ്ങൾ ക്ഷേത്ര പരിപാലന സമിതി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. പ്രത്യേകിച്ച് കോഴിക്കോടിന്റെ ഭാഗങ്ങളിലൊക്കെ തെറയാട്ടമാണ് ഉണ്ടാവാറ്. ഇത് അനുഷ്ഠാന കലാരൂപമായിട്ടുള്ള തെറ കണ്ണൂർ ഭാഗത്തുള്ള തെയ്യം കലാകാരന്മാരാണ് തെറ അവതരിപ്പിക്കുന്നത്. ആചാരപ്പെട്ടിട്ടുള്ള പട്ടും പടയൊക്കെ വാങ്ങിച്ചിട്ടുള്ള തെയ്യം കലാകാരന്മാരാണ്. ഉത്സവത്തോടനുബന്ധിച്ച് മാർച്ച് 29 പൂജകളും രുദ്രപ്രിയ സംഗീത ട്രൂപ്പ് പെരുവയൽ അവതരിപ്പിക്കുന്ന സംഗീതാർച്ചനയും 30 പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിക്കുന്ന നൃത്തങ്ങളും 31 മിഠായിത്തെരുവ് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കലശം എഴുന്നള്ളത്തും അഗ്രശാല ശ്രീ മാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നും പാണ്ടിമേളത്തോടു കൂടിയ താലപ്പൊലി എഴുന്നള്ളത്തും ഉണ്ടാകും. കണ്ണൂരിൽ നിന്നുള്ള തെയ്യം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന 45 അടി ഉയരമുള്ള മുടിയും 16 പന്തങ്ങളുമുള്ള അഗ്നി ഭൈരവൻ തിറ ശ്രദ്ധേയമാണെന്ന് വീരട്ടാങ്കണ്ടി ശ്രീ ഭഗവതി ക്ഷേത്ര പരിപാലന സമിതി അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ആർ ജയന്ത്കുമാർ, ജനറൽ കൺവീനർ രാജേഷ് ശാസ്ത, ക്ഷേത്രം പ്രസിഡന്റ് ഷാജി രാഘവ പണിക്കർ, ട്രഷറർ മുബീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള ഓപ്പൺ കരാട്ടെ മത്സരം ഏപ്രിൽ 10 മുതൽ 12 വരെ തിരുവനന്തപുരത്ത് നടക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കേരള olympic.org എന്ന വെബ്സൈറ്റിൽ ഏപ്രിൽ 5 വരെ രജിസ്റ്റർ ചെയ്യാം. 9447415608 എന്ന നമ്പറിലും ബന്ധപ്പെടാമെന്ന് കോഴിക്കോട് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഇതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിക്കഴിഞ്ഞു. ഏപ്രിൽ 5 രജിസ്ട്രേഷൻ അവസാനിക്കും. അതുപോലെ തന്നെ കരാട്ടെ അറിയാവുന്ന, കരാട്ടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന 5 വയസ്സ് മുതലുള്ള വൈറ്റ് ബെൽറ്റ് മുതൽ ബ്ലാക്ക് ബെൽറ്റ് വരെയുള്ള കുട്ടികൾക്ക് ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാം. ഏകദേശം ഒരു 4500 കുട്ടികളെ പ്രതീക്ഷിക്കുന്നത് പങ്കെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരള ഒളിമ്പിക് അസോസിയേഷൻ കേരള കരാട്ടെ അസോസിയേഷനുമായി സഹകരിച്ച് ഏപ്രിൽ 10, 11, 12 തീയതികളിൽ കേരള ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നടത്തും. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഏപ്രിൽ 5 വരെ രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 8945149110 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നും കോഴിക്കോട് ഡിസ്ട്രിക്ട് ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി സി സത്യൻ, ട്രഷറർ CT രതീഷ്, കെ രതീഷ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മടവൂർ MEC7 യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മടവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും നടന്നു. മടവൂർ MEC7 യൂണിറ്റിലെ എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ച് ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. MEC7 മടവൂർ പ്രസിഡന്റ് M അബ്ദുൾ അസീസ് അധ്യക്ഷനായിരുന്നു. കൊടുവള്ളി സർക്കിൾ എക്സൈസ് ഓഫീസർ ഷമീർ മടവൂർ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസും കുന്നമംഗലം SHO കിരൺ മുഖ്യപ്രഭാഷണവും നടത്തി. കൂട്ടായ്മയുടെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ എല്ലാ വിജയങ്ങളും കൈവരിച്ചിരുന്ന ഒരു സമൂഹം ഒറ്റക്കെട്ടായി ഒന്നിനെ പ്രതിരോധിക്കുമ്പോഴാണ്. പൊതുവായ ഒരു ശത്രുവിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സമൂഹം ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് എല്ലാവിധ പ്രക്ഷോഭങ്ങളും വിജയിച്ചിട്ടുള്ളത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ദിനംപ്രതി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില അസ്വാഭാവിക സംഭവങ്ങളൊക്കെ നമ്മൾ മുന്നേ പണ്ട് കാലങ്ങളിലൊക്കെ വിദൂരങ്ങളായ ഏതോ നാട്ടിലോ ഏതെങ്കിലും സംസ്ഥാനങ്ങളിലോ മറ്റ് രാജ്യങ്ങളിലൊക്കെ മാത്രം കേട്ടുകൊണ്ടിരുന്ന വാർത്തകളാണ് മെല്ലെ മെല്ലെ നമ്മുടെ നാട്ടിലേക്ക് അടുത്തു വരുന്നത്. വാർഡ് അംഗം EM വാസുദേവൻ, MEC7 ഏരിയ കോർഡിനേറ്റർ ഷഫീഖ് അളയത്തിൽ, P നാസർ, കോയ, സുബൈർ കണിയാടത്ത്, സന്നത്ത് മടവൂർ എന്നിവരും സംസാരിച്ചു. എല്ലാ ആളുകളെയും നമ്മൾ ഒരുമിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് MEC7 മടവൂർ വ്യായാമ കൂട്ടായ്മ സംഘടിപ്പിച്ച ഈ ഒരു പരിപാടി
എന്തുകൊണ്ടും സാർത്ഥകമായ ഒരു പരിപാടിയായി മാറിയിരിക്കുകയാണ്. രാജൻ കിളിയങ്ങാട്, KT സലീം തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പെരുവയൽ ഫുട്ബോൾ ക്ലബ്ബ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഇഫ്താർ വിരുന്നിൽ വിവിധ മേഖലകളിലെ പ്രമുഖരും കലാ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലുള്ളവരും പങ്കെടുത്തു. പെരുവയൽ ഫുട്ബോൾ പ്ലേയേഴ്സ് എല്ലാ വർഷവും നടത്തിവരാറുള്ള ഇഫ്താർ സംഗമം പെരുവയൽ വെറ്റ്ലാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഭംഗിയായി സംഘടിപ്പിച്ചു. വൈകുന്നേരം നോമ്പു തുറക്കുന്നതിനുള്ള വിശാലമായ സൗകര്യങ്ങളാണ് ഇത്തവണയും ഒരുക്കിയിരുന്നത്. പെരുവയൽ ഫുട്ബോൾ പ്ലേയേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഇഫ്താർ സംഗമത്തിൽ നാട്ടിലെ വിവിധ തുറകളിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളും കലാ, കായിക, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും നിരവധി കായിക താരങ്ങളും പങ്കെടുത്തു. തുടർച്ചയായി 8ാം വർഷമാണ് പെരുവയൽ ഫുട്ബോൾ പ്ലേയേഴ്സ് ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുന്നത്. യുവതലമുറ ലഹരിക്ക് അടിമപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഫുട്ബോൾ എന്ന കായിക വിനോദത്തിലൂടെയാണ് ഈ കൂട്ടായ്മയിലെ അംഗങ്ങൾ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കുന്നത്. യുവത്വത്തിന് ലഹരി പിടിമുറുക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഫുട്ബോളാണ് ഞങ്ങൾ ലഹരി എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആപ്തവാക്യം. അത് മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ തുടർച്ചയായിട്ട് ഈ ഒരു സൗഹൃദം നിലനിർത്തി പോരുന്നത്. വളരെ നല്ല രീതിയിൽ എല്ലാവരും നല്ല സൗഹൃദത്തോടു കൂടി തന്നെ പോകുന്നൊരു നാടാണ് ഞങ്ങളത്. അത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഫുട്ബോൾ എന്നതാണ് ഞങ്ങളുടെ ലഹരി. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടത്തുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിനെപ്പറ്റി ചർച്ച ചെയ്യുക. ലഹരി എന്നുള്ള ചിന്തകളിലേക്ക് യുവത്വങ്ങൾ പോവാതെ തന്നെ അവരെ ഈ ഫുട്ബോൾ എന്നുള്ള ലെവലിൽ തന്നെ അല്ലെങ്കിൽ കായികപരമായിട്ടുള്ള മറ്റ് ഗെയിമുകളിൽ തന്നെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. ഈ ഇഫ്താർ സംഗമം സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒത്തുചേരലിന്റെയും മനോഹരമായ അനുഭവമായി മാറി. കാരണം ഞങ്ങള് ഫുട്ബോളിൽ കൂടി തന്നെ ഞങ്ങൾ ഒരുപാട് ബന്ധങ്ങള്, ഒരുപാട് സൗഹൃദങ്ങള് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ് ഞങ്ങളെ പെരുവയല്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് മേത്ര ആശുപത്രിയിൽ വിയ ബൈ തുല സമഗ്ര ആരോഗ്യ കേന്ദ്രം ആരംഭിച്ചു. മേത്ര കമ്മ്യൂണിറ്റി സെന്ററിൽ നടന്ന ചടങ്ങിൽ മേത്ര ആശുപത്രി ചെയർമാൻ ഫൈസൽ കൊട്ടിക്കോളൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് മൈത്ര ആശുപത്രിയിൽ തുല ക്ലിനിക്കൽ വെൽനസ് സാങ്ച്വറിയുടെ വിയ ബൈ തുല എന്ന സമഗ്ര ആരോഗ്യ കേന്ദ്രത്തിന്റെ ലോഞ്ചിംഗ് നടന്നു. ലോകത്തിലെ ആദ്യത്തെ ക്ലിനിക്കൽ വെൽനസ് സങ്കേതമായ തുലായിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട വിയ ആധുനിക വൈദ്യശാസ്ത്രവും പരമ്പരാഗത ചികിത്സാ രീതികളും ഒന്നിച്ചു ചേർത്ത് സമഗ്ര ആരോഗ്യ പരിചരണം നൽകുന്ന പുതിയ സംവിധാനമാണ്. മൈത്ര ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി സെന്ററിൽ നടന്ന ചടങ്ങിൽ ആശുപത്രി ചെയർമാൻ ഫൈസൽ കോട്ടിക്കോളൻ ഔദ്യോഗികമായി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. Malabar was the most famous place in the world. All the important travelers, 10 famous travelers from Ibn Battuta to Marco Polo to Vasco da Gama, all came here. But we lost that charm, we all lost that science, and now I think it's time for us to bring it back up. So today, Via is started with Tula. So it's called Via by Tula. It's been a research for the last almost 5 years to 6 years. ചെയർമാൻ ഫൈസൽ കോട്ടിക്കോളനും വൈസ് ചെയർപേഴ്സൺ ഷബാന ഫൈസലും ചേർന്ന് വിയ കാർഡ് കെ മൊയ്തു, ഖദീജ മൊയ്തു എന്നിവർക്ക് കൈമാറി. ആശുപത്രി CEO നിഹാജ് മുഹമ്മദ്, ഡോക്ടർ വിഷ്ണുരാജ് പ്രകാശ്, ഡോക്ടർ S രാധാകൃഷ്ണൻ, ഡോക്ടർ ഉർവശി നൈത്താനി, ഡോക്ടർ ചന്ദൻ, ഡോക്ടർ ഐന തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാർ മേഖലയിലെ 3 ജില്ലകളിലായി ഫെഡറൽ ബാങ്ക് 11 പുതിയ ശാഖകൾ തുറന്നു. ബാങ്കിന്റെ കോഴിക്കോട് സോണൽ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ശാഖകളുടെ ഔദ്യോഗിക ഉദ്ഘാടനം ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശാലിനി വാര്യർ നിർവഹിച്ചു.
മലപ്പുറം, പാലക്കാട്, വയനാട് ജില്ലകളിലായി പുഴക്കാട്ടിരി, കുന്നുംപുറം, തെയ്യാല, ചട്ടിപ്പറമ്പ, വെളിയങ്കോട്, പട്ടിക്കാട്, പൂക്കോട്ടൂർ, കുമ്പിടി, കോട്ടോപ്പാടം, കമ്പളക്കാട്, വെള്ളമുണ്ട എന്നിവിടങ്ങളിലാണ് ഫെഡറൽ ബാങ്ക് പുതിയ ശാഖകൾ തുറന്നത്. ബാങ്കിന്റെ സോണൽ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശാലിനി വാര്യർ ശാഖകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ ബ്രാഞ്ചുകൾ തുറക്കുക വഴി ഡിജിറ്റൽ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനോടൊപ്പം മാനുഷിക പരിഗണനകൾക്കും മുൻഗണന നൽകുമെന്ന് അവർ പറഞ്ഞു. Today we are gathered here for an important announcement that we would like to make. But before I get to that, I'd like to set the background about Federal Bank. I'm sure all of you are very, very familiar with Federal Bank, but let me say a few words about the bank. As you know, this Federal Bank is Kerala's own bank. We consider Kerala our home state. We have expanded our branch presence over the last 94 years. We have nearly got close to about 620 branches now in Kerala. While we have continued to grow in Kerala, while we are a significant player in Kerala, we have also become a national bank at this point in time. ബാങ്ക് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റും ബ്രാഞ്ച് ബാങ്കിംഗ് മേധാവിയുമായ ഇക്ബാൽ മനോജ്, ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് എം ബിന്ദു എന്നിവർ സംസാരിച്ചു. നൂതന സാമ്പത്തിക സേവനങ്ങളും വ്യക്തിഗത ഉൽപ്പന്നങ്ങളും ഏവർക്കും ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ശാഖകളുടെ വിപുലീകരണം. ഇതോടെ ഫെഡറൽ ബാങ്കിന് കേരളത്തിൽ മാത്രം 623 ശാഖകളായി. രാജ്യത്ത് 1584 ശാഖകളുണ്ടെന്നും ഇക്ബാൽ മനോജ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഫറൂഖ് കോളേജ് അങ്ങാടിയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ രാജാ ഗേറ്റിന് സമീപം ബസ് ബേ സംവിധാനമൊരുക്കാൻ കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി തയ്യാറാകണമെന്ന് ഫറൂഖ് കോളേജ് ഏരിയ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. കമ്മ്യൂണിറ്റി വോളണ്ടിയർമാരുടെ പങ്കാളിത്തത്തോടെ 300ഓളം കിടപ്പ് രോഗികൾക്ക് സാന്ത്വനം ലഭിക്കുന്ന ഫറൂഖ് കോളേജ് പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ ജനറൽ ബോഡി വിളിച്ചു ചേർത്ത് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കണമെന്നും കൂട്ടായ്മ ചെയർമാൻ CP മൻസൂർ, കൺവീനർ അൽതാഫ് പമ്മന, ട്രഷറർ പ്രൊഫസർ N അബ്ദുൽ ഹമീദ് എന്നിവർ ആവശ്യപ്പെട്ടു. കരുണ ഹെൽപ്പ് ലൈനും മേഴ്സി ഷെൽട്ടറും സംയുക്തമായി ലഹരി ബോധവൽക്കരണവും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. പരിപാടിയിൽ മലിക ഷബീർ ഖുർആൻ പാരായണം ചെയ്തു. MA ഖയ്യൂം മുഖ്യപ്രഭാഷണം നടത്തി. മേഴ്സി ഷെൽട്ടർ കൺവീനർ VT ഫിറോസ്, സുധീർ M, ഹബീബ VT തുടങ്ങിയവർ സംസാരിച്ചു. VP ബഷീർ അധ്യക്ഷത വഹിച്ചു. പങ്കെടുത്ത എല്ലാവരും ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. 200ഓളം ആളുകൾക്ക് ഭക്ഷണ കിറ്റുകളും വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CSI മഹാ ഇടവക 10ാം വാർഷികം കനിവിന്റെ വർഷമായി ആഘോഷിക്കുമെന്ന് ബിഷപ്പ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ. ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ പ്രതിഷേധം. സപ്ലൈകോ ജില്ലാതല റംസാൻ ഫെയർ ബേപ്പൂർ നടുവട്ടം ക്രൗൺ ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു. കരുതാൻ നാടിനെ കൈകോർക്കം ലഹരിക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി BM സ്കൂൾ ജാഗ്രതാ ക്ലബ്ബ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.